കൗമാര കലാമേളയുടെ മൂന്നാം ദിനം പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ നടന്ന മത്സരം കാണാൻ തൃശൂരിലെ പ്രദേശവാസികളുടെ വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത്. വിശേഷങ്ങൾ കാണാം. നാടും നഗരവും ആരവുണർത്തി കുട്ടികളുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയ്ക്കാണ് തൃശ്ശൂർ വേദിയായിട്ടുള്ളത്. ഇന്ന് മൂന്നാം ദിവസം പ്രധാന വേദി സൂര്യകാന്തി നിറഞ്ഞു കവിഞ്ഞ് ശോഭിച്ചു നിൽക്കുകയാണ്. രാവിലെ തന്നെ വലിയ ജനക്കൂട്ടമായിരുന്നു. വടക്കുന്നാഥന് മുമ്പിൽ വൻ തിരക്കാണ്. പ്രധാന വേദിയിൽ ഇപ്പോൾ തിരുവാതിരകളിയാണ്. അപ്പോൾ ഇവിടുത്തെ തന്നെയുള്ള ആൾക്കാരാണോ? അതെ അതെ, ഞാൻ KSBയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, റിട്ടയർ ചെയ്തു. മെയ് മാസം റിട്ടയർ ചെയ്തു. തീർച്ചയായിട്ടും ഇത് മറ്റൊരു പൂരന്മാരി. ഇതിനു മുമ്പ് 2018 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃശ്ശൂർ വെച്ച് സംസ്ഥാന യുവജനോത്സവം ഉണ്ടായത്. അതിനേക്കാളൊക്കെ എത്രയോ അധികം ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ആൾക്ക് ഇൻവോൾവ്മെൻറ്റ് കൊണ്ടും ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങൾ കൊണ്ടുമൊക്കെ ആ 2018 നടത്തിയ യുവജനോത്സവം, തൃശ്ശൂരിൽ വെച്ച് നടത്തിയ യുവജനോത്സവത്തേക്കാൾ വളരെയധികം ഗംഭീരമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ പങ്കാളിത്തം, തൃശ്ശൂരിൻ്റെ ആ ഒരു ആതിഥേയ മര്യാദ വിളിച്ചറിയിച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഈ യുവജനോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ജനങ്ങളിതെല്ലാം മുഴുവൻ, തൃശ്ശൂരിലെ നാട്ടുകാർ മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതൊരു ഉത്സവമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. പൂരത്തിനേക്കാൾ ചില ഘട്ടങ്ങളിൽ പൂരത്തിനെ പോലും കവച്ചു വെക്കും, തൃശ്ശൂർ പൂരത്തെ പോലും കവച്ചു വെക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു വികാരം ഉണർത്തുന്ന രീതിയിലാണ് ഈ യുവജനോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജോലിത്തിരക്കിനിടയിൽ രാത്രികളിലൊക്കെ ആയിരിക്കുമല്ലോ സ്റ്റേജിലൊക്കെ മത്സരങ്ങൾ കാണാൻ പോകുന്നത്. എങ്ങനെയാണോ? തീർച്ചയായിട്ടും. കാരണം 5 മണിക്ക് ശേഷമല്ലേ ഓഫീസിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് 5 മണിക്ക് ശേഷം തിരിച്ച് വീട്ടിലെത്തി അപ്പം തന്നെ ഇറങ്ങിയതാണ്. ഇനി വൈകിട്ട് ഇവിടുന്ന് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവും. ഈ രീതി തന്നെയായിരുന്നു കഴിഞ്ഞ 2 ദിവസവും. അക്ഷരാർത്ഥത്തിൽ ഉത്സവം തന്നെ. മത്സരങ്ങളിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇല്ല, ഞാൻ അങ്ങനെ മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. കാണാൻ വരാറുണ്ട്. ഒരു മകളാണ്. മകള് തിരുവനന്തപുരത്ത് CDSൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കലാമേളയിലൊക്കെ അതായത് ഞങ്ങൾ 3 പേരും, ഞങ്ങൾ 2 പേരും ഒരു മകളാണ്. ഞങ്ങൾ കലയെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. ആ രീതിയിലുള്ള കലാകാരന്മാർ മാത്രമാണ്. അല്ലാണ്ട് ഞങ്ങൾ വേറെ കലാപരമായിട്ടുള്ള വേറെ അഭിരുചികളൊന്നുമില്ല. പക്ഷേ എല്ലാ തരത്തിലുള്ള കലയും വളരെയധികം ഇഷ്ടപ്പെടുന്നു. സാഹിത്യത്തെയും കലയെല്ലാം ഇഷ്ടപ്പെടുന്ന കുടുംബമാണ് ഞങ്ങൾ. തൃശ്ശൂരിൽ എവിടെ സ്ഥലം? തൃശ്ശൂർ പൂങ്കുന്നം, തൃശ്ശൂർ ടൗണിൽ തന്നെ പൂങ്കുന്നം. ജോലിത്തിരക്കിന് ഇടയിൽ നിന്നും വൈകുന്നേരങ്ങളിലാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഈ ഏഷ്യയിലെ ഈ കലാമേള കാണാൻ അവർ 2 പേരും എത്തിയിട്ടുള്ളത്. ഈ 25 വേദികളോടൊപ്പം തന്നെ അവർ എല്ലാ ദിവസവും ഇവിടെ എത്തി കല ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. 2018 മത്സരത്തിന് ശേഷം വീണ്ടും അതിനേക്കാൾ കൂടുതൽ ഉള്ള ജനപങ്കാളിത്തത്തോടു കൂടിയാണ് തൃശ്ശൂർ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കം ഏറ്റെടുത്തിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, തൃശ്ശൂർ.